റബ്ബർ ബോർഡ് നിലപാട് മൂലം മഴക്കാല മുന്നൊരുക്കം നടത്താൻ കഴിയാതെ റബ്ബർ കർഷകർ റെയിൻ ഗാർഡിനുള്ള സബ്സിഡി റബ്ബർ ബോർഡ് നൽകാതെ വന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇതുമൂലം റബ്ബർ വില ഉയരുമ്പോഴും അതിന്റെ ഗുണം കർഷകർക്ക് ലഭിക്കുന്നില്ല. ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് റബ്ബർ വില ഉയരുന്നത്. 198 രൂപ മുതൽ 203 വരെയാണ് നിലവിൽ റബ്ബർ ഷീറ്റിന്റെ വ്യാപാര വില. ലാറ്റക്സിന് 200 മുതൽ 210 വരെ ലഭിക്കുന്നുണ്ട്. മഴക്കാലത്ത് സാധാരണയായി ഉൽപ്പാദനം വർദ്ധിക്കുകയാണ് പതിവ്. എന്നാൽ ഇപ്പോൾ ആവശ്യത്തിന് ഉൽപ്പാദനമില്ല. മഴക്കാല ടാപ്പിംഗ് സാധ്യമാകണമെങ്കിൽ റബ്ബർ മരങ്ങളിൽ റെയിൻ ഗാർഡ് സ്ഥാപിക്കണം. ഇതിനുള്ള സബ്സിഡി റബ്ബർ ബോർഡ് നൽകുകയാണ് പതിവ്. ഹെക്ടറിന് 4000 രൂപയാണ് നൽകുന്നത്. എന്നാൽ ഇക്കുറി അതുണ്ടായില്ല. ഇതുമൂലം പല കർഷകരും റെയിൻ ഗാർഡ് സ്ഥാപിച്ചിട്ടുമില്ല. കർഷകർ റബ്ബർ ബോർഡിൻ്റെ ഈ സബ്സിഡിക്ക് പ്രതീക്ഷിച്ചു നിന്നുവെങ്കിലും റബ്ബർ ബോർഡ് കർഷകർക്ക് ആ സബ്സിഡി നൽകാത്തൊരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ടാപ്പിംഗ് നടത്തുന്നതിന് കർഷകർക്ക് സാധിക്കാത്തൊരവസ്ഥയുണ്ടായി. ഇവിടുത്തെ റബ്ബർ കർഷകരെ സംരക്ഷിക്കുന്നതിന് ഒരു നടപടിയും റബ്ബർ ബോർഡ് എടുക്കുന്നില്ല. ഇവിടുത്തെ കച്ചവടക്കാർ ഇവിടുത്തെ കമ്പനികളുമായിട്ട് ഒത്തുകളിച്ചുകൊണ്ട് യഥാർത്ഥ വില റബ്ബർ ബോർഡിനെ അറിയിക്കുന്നില്ല. അത്തരത്തിൽ കർഷകരെ ചൂഷണം ചെയ്യുന്നതിനുള്ള എല്ലാവിധ സംവിധാനങ്ങളും റബ്ബർ ബോർഡ് ഒത്താശ ചെയ്യുകയാണ്. മുൻവർഷങ്ങളിൽ റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾ വഴിയാണ് സബ്സിഡി തുക കൈമാറിയിരുന്നത്. എന്നാൽ ഈ വർഷം ഈ തുക എങ്ങനെ വിതരണം ചെയ്യണമെന്ന കാര്യത്തിൽ റബ്ബർ ബോർഡിന് യാതൊരു വ്യക്തതയുമില്ല. റബ്ബർ കൈവശമുള്ളപ്പോൾ ഉൽപ്പന്നത്തിന് വില ലഭിക്കാത്ത അവസ്ഥയാണ്. വില ഉയരുമ്പോൾ വിറ്റഴിക്കാൻ റബ്ബറില്ലാത്ത സാഹചര്യവും. ഇതാണ് കേരളത്തിലെ കർഷകർ നേരിടുന്നത്. സാംജിത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.